ഹായ്, സ്നാസി സ്റ്റുഡൻസ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ 3ാമത്തെ യൂണിറ്റ് കേരള, ദ ലാൻഡ്, ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ. കേരളത്തിലെ മണ്ണും മനുഷ്യനും ഭൂപ്രകൃതിയും. അതിന്റെ 4ാം ഭാഗമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായി തരംതിരിച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ എന്തൊക്കെ സംവിധാനങ്ങളാണ് ഉള്ളത്, കൃഷിയുടെ ആധുനികമായ രീതികൾ എന്തൊക്കെയാണ്, കൃഷിഭൂമി ഇല്ലാത്തവർക്ക്, മണ്ണ് കുറവുള്ളവർക്ക് ഏതൊക്കെ രീതിയിൽ കൃഷി ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് എടുത്തേ. കഴിഞ്ഞ ദിവസം പഠിച്ചതിന്റെ ബാക്കി ഒന്ന് എടുത്ത് എല്ലാവരും എടുത്തോ? അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് ലൈഫ് സ്റ്റൈൽ ഡിസീസ് വരെയായിരുന്നു അല്ലേ? അതിന് താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലിസ്റ്റ് ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേർഡ് ഇൻ ദ ലൈഫ് സ്റ്റൈൽ ഓഫ് കെർലൈറ്റീസ് ഹൂ ഷിഫ്റ്റഡ് ഫ്രം ദ അഗ്രോ ബേസ്ഡ് കൾച്ചർ. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ആൻസർ ഞാൻ ആ ക്വസ്റ്റ്യൻ ആൻസർ തരുന്ന വീഡിയോയിൽ തരുന്നതായിരിക്കും. ഇനി അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. എന്ന് വെച്ചാൽ എന്താണ്? ടുഡേ waste disposal is one of the major problems faced by the Keralites who shifted from the rural life to an urban one. എന്ന് വെച്ചാൽ എന്താണ്? ഇന്ന് ഗ്രാമീണ ജീവിതത്തിൽ നിന്നും നഗര കേന്ദ്രീകൃതമായ ഒരു ജീവിത രീതിയിലേക്ക് മാറിയ മലയാളി ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മാലിന്യ സംസ്കരണമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഗ്രാമങ്ങളിൽ പോലും മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ ഇൻസഫിഷ്യൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്, അപര്യാപ്തമാണ്. ഈവൻ ഇൻ വില്ലേജ് ദ വേസ്റ്റ് ഡിസ്പോസൽ മെഷേഴ്സ് ആർ ഇൻസഫിഷ്യൻറ്റ്. എന്താണ്? അപര്യാപ്തമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ മാലിന്യങ്ങൾ സംസ്കരിക്കാനായിട്ടുള്ള എന്തൊക്കെ പരിപാടികളാണ് നമുക്ക് ഉള്ളത് എന്നുള്ളതാണ് അടുത്ത പാരഗ്രാഫിൽ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചു നോക്കുക. അപ്പോൾ ഈ പാരഗ്രാഫിൽ നമുക്ക് പറയുന്നത്, നമുക്ക് കമ്പോസ്റ്റ്, നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ കമ്പോസ്റ്റ് ആയിരിക്കുന്നതും പിന്നെ ഒരു വെർമി കമ്പോസ്റ്റ്, ഞാനൊരു അണ്ടർലൈൻ ചെയ്താക്കുന്നൊരു വാക്ക് കണ്ടോ, വെർമി കമ്പോസ്റ്റ്, ഈ 2 പോയിന്റുകളാണ് നമുക്ക് ആ പാരഗ്രാഫിൽ പഠിക്കേണ്ടതായിട്ട് ഉള്ളൂ. അതൊക്കെ അത് പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, ആഹാര സാധനങ്ങൾ, വളർത്തുമൃഗങ്ങളുടെ വിസർജ്യ വസ്തുക്കൾ, ചപ്പുചവറുകൾ, ജീവികളുടെ അവശിഷ്ടങ്ങൾ തുടങ്ങിയവയൊക്കെ ഉപയോഗിച്ച് നമുക്ക് കമ്പോസ്റ്റ് വളം നിർമ്മിക്കാമെന്നാണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുപോലെ തന്നെ മാലിന്യം സംസ്കരിക്കാനുള്ള മറ്റനേകം മാർഗങ്ങളുണ്ട്. അവയൊക്കെ നിങ്ങളോട് കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുമ്പിലത്തെ ക്ലാസ്സുകളിൽ നിങ്ങൾ മണ്ണിര കമ്പോസ്റ്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ പാരഗ്രാഫിൽ ഒത്തിരി ഒന്നുമില്ല. നമുക്ക് കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇതുള്ള വളങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള ആശയമാണ് ഇവിടെ പാരഗ്രാഫിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതായത് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനായിട്ടുള്ള പല മാർഗ്ഗങ്ങൾ, അത് കമ്പോസ്റ്റ്, നമ്മുടെ വീട്ടിലെ മണ്ണിര കമ്പോസ്റ്റും വെർമി വാഷും ഒക്കെ ഇതിനായിട്ട് ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയൊക്കെയായ പാരഗ്രാഫിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ടൊന്നുമില്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ കൃഷിഭവനും ഒക്കെ ആയിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് എന്താണെന്ന് നോക്കിക്കേ. അടുത്ത എന്താണ്? ലെറ്റ് us ഫൈൻഡ് ആൾട്ടർനേറ്റീവ്സ്. എന്ന് വെച്ചാൽ എന്താണ്? ആൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബദലുകൾ, നമുക്ക് കണ്ടെത്താം. ബദലുകൾ എന്നാണ്. എന്താണ് അവിടെ കൊടുത്തിരിക്കുന്നത്? യു മൈറ്റ് ഹാവ് സീൻ ദാറ്റ് കേരള ഗേവ് അപ്പ് ഇറ്റ്സ് അഗ്രോ ബേസ്ഡ് കൾച്ചർ ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് യൂസ് ഓഫ് ദ പൊട്ടൻഷ്യൽസ് ഓഫ് ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ പെക്യുലാരിറ്റീസ്. ഈസ് എ കംപ്ലീറ്റ് റിവേഴ്സിബിൾ പോസിബിൾ? എന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് ഒത്തിരിയേറെ ഭൂമിശാസ്ത്രമായ സവിശേഷതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് പകരം കാർഷിക സംസ്കാരത്തിൽ നിന്ന് നമ്മൾ വിട്ടകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചോദിക്കുവാണ്, ഈസ് ഇറ്റ് കംപ്ലീറ്റ് റിവേഴ്സ് പോസിബിൾ? അതായത് തിരിച്ചുപോക്ക് നമുക്കിനി സാധ്യമാണോ? ഇല്ല അല്ലേ? ഒരിക്കലും നമുക്കതിന് കഴിയില്ല. പക്ഷേ ചില ബദലുകൾ, അത്ര എത്തിയില്ല എങ്കിൽ പോലും കുറച്ച് അത്ര എത്താൻ പാകത്തിനുള്ള ചില ബദലുകൾ നമുക്ക് സ്വീകരിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടുത്ത പേജിൽ ആ ബദലുകളായിട്ട് സ്വീകരിച്ച് നേടിയ നേട്ടങ്ങളുടെയൊക്കെ കുറച്ച് ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ ഫോട്ടോസിലെ ന്യൂസുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കണം. അവിടെ കൊടുത്താക്കുന്നത് ഓരോ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഈ കൊടുത്തിരിക്കുന്ന വാർത്തകളൊക്കെ
നിങ്ങളൊന്ന് വായിച്ചു നോക്കണം. അതായത് വിവിധ മട്ടുപ്പാവിലും വേസ്റ്റ് മെറ്റീരിയലൊക്കെ ആയിട്ടുള്ള കൃഷി ചെയ്യുന്നതും അവർക്ക് അവാർഡുകൾ കൊടുക്കുന്നതും പല രീതിയിലുള്ള കൃഷി രീതികളെക്കുറിച്ചുമൊക്കെ സമ്മാനം കിട്ടിയതുമായിട്ടുള്ള വാർത്തകൾ വരുന്നതാണ്. അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിനെക്കുറിച്ച് കാണാതെ ഒന്നും പഠിക്കേണ്ട. നമുക്ക് അതിൻ്റെ ആശയം, കൃഷിയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഇതുകൊണ്ട് അർത്ഥമാക്കുന്നുള്ളൂ. ഓക്കെ. അടുത്ത പേജിൽ എന്താണ് കൊടുത്താക്കുന്നത്? ആൾട്ടർനേറ്റീവ്സ് ആൻഡ് പോസിബിലിറ്റീസ്. എന്തൊക്കെ ബദലുകളാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, പഴയ കാലത്ത് കൃഷി ചെയ്യാനുള്ളതുപോലെ സ്ഥലമൊന്നും ഇപ്പോൾ ഇല്ല. എല്ലായിടം പാടങ്ങളൊക്കെ നമുക്ക് നികത്തി എന്നുള്ളതറിയാം. എല്ലാം അങ്ങനെ കൃഷിഭൂമികളെല്ലാം മണ്ണിട്ട് നികത്തി, അല്ലെങ്കിൽ അവർ വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫാക്ടറികളൊക്കെ അവിടെ പണിതു. അപ്പോൾ കൃഷിഭൂമിയുടെ അളവ് കുറഞ്ഞു. അപ്പോൾ അതിനുള്ള ബദൽ മാർഗ്ഗങ്ങൾ നമ്മൾ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു കുറയുവാണ്. വൈ ക്രൈ ഫോർ ലാൻഡ്? എന്താണ്? എന്തിനാ കൃഷി ചെയ്യാൻ, എന്തിനാ കരയുന്ന മണ്ണില്ല എന്നും പറഞ്ഞുകൊണ്ട്. ഐ വുഡ് ലൈക്ക് ടു കൾട്ടിവേറ്റ് ബട്ട് നോ ലാൻഡ്. ദിസ് ഈസ് വൺ ഓഫ് ദ ഫ്രീക്വൻറ്റ് കംപ്ലയിൻസ് എമംഗ് urban dwellers. എന്ന് വെച്ചാൽ എന്താണ്? നഗരത്തിൽ വസിക്കുന്ന നഗരവാസികളുടെ സ്ഥിരം പല്ലവിയാണ് എന്തെന്ന് പറയുന്നത്. കൃഷി ചെയ്യണമെന്നുണ്ട്, എനിക്ക് കൃഷിയൊക്കെ ഇഷ്ടമാണ്, ബട്ട് നോ ലാൻഡ്. പക്ഷെ എന്താണ്? മണ്ണില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരു സൊല്യൂഷനാണ് എന്ന് പറഞ്ഞാക്കുവാണ്. ഹൈഡ്രോപോണിക്സ് ഈസ് എ സൊല്യൂഷൻ. അങ്ങനെ മണ്ണില്ലാതെ, ഒത്തിരിയേറെ സ്ഥലവും കൃഷി ചെയ്യാനൊന്നും മണ്ണില്ലാത്തവർക്ക് സ്വീകരിക്കാൻ സാധിക്കുന്ന ഒരു കൃഷിരീതിയാണ് ഹൈഡ്രോപോണിക് എന്ന് പറയുന്നത്. എന്താണ് അവിടെ പറയുന്നത്? ഹിയർ ദ റിക്വയർഡ് ന്യൂട്രിയൻസ് ആൻഡ് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ആൻഡ് ഗിവൺ ടു ദ പ്ലാന്റ്സ്, ഹേഴ്സ്, ഗ്രാവൽ എക്സെട്ര ക്യാൻ ബി ഗിവൺ ഫോർ ദ സ്പ്രെഡ് ഓഫ് റൂട്ട്സ്. എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്യ വളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ച് നൽകുകയാണ് ഈ ഹൈഡ്രോപോണിക്സ് കൃഷിയിൽ. അതോടൊപ്പം തന്നെ വേരുകൾക്ക് പടർന്നു പോകാനായിട്ട് തേങ്ങയുടെയൊക്കെ തൊണ്ടില്ലേ, ചകിരി എന്ന് പറയുന്നത്, ആ തൊണ്ടും ചരല് തുടങ്ങിയ വസ്തുക്കളൊക്കെ അവർ ഉപയോഗിച്ചിരിക്കുകയാണ് കൃഷി ചെയ്യാനായിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഹൈഡ്രോപോണിക്സിൻ്റെ അടിയിൽ ഒരു അണ്ടർലൈൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ്? മണ്ണില്ലാതെ കൃഷി ചെയ്യുന്ന ഒരു രീതിക്ക് പറയുന്ന പേരെന്താണെന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അവിടെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ വന്നാൽ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്? ഹൈഡ്രോപോണിക്സ്. അതുപോലെ തന്നെ പറയുവാണ്, വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങും മറ്റൊരു ഉപാധിയാണ്. കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്തവർക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധിയാണ് ഇതെന്ന് പറയുന്നത്. വെർട്ടിക്കൽ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ സഹായകമാണ് ഏതെന്ന് പറയുന്നത് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. അതെന്താണെന്ന് നോക്കിക്കേ. വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് ഈസ് ഹെൽപ്ഫുൾ ഫോർ പീപ്പിൾ വിത്ത് വെരി ലിറ്റിൽ സ്പേസ് അവൈലബിൾ. വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് ചെയ്യാവുന്ന ഒരു കൃഷിയാണ്. In this method, low-cost nets are vertically tied at 2 poles or bamboo. എന്താണ്? മുളയിലോ കമ്പുകളിലൊക്കെ വിലക്കുറഞ്ഞ നെറ്റുകൾ കുത്തനെ വലിച്ചു കെട്ടിയാണ് ഈ കൃഷി രീതി ചെയ്യുന്നത്. അപ്പോൾ ധാന്യങ്ങളും പയറും പാവലും ഒക്കെ മുകളിലേക്ക് വളരുന്നത് കൊണ്ട് കൂടുതൽ സ്ഥലം ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് ചെയ്യാവുന്ന മറ്റൊരു കൃഷി രീതിയാണ് ഏതെന്ന് പറയുന്നത് വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. അപ്പോൾ സ്ഥലം കുറവുള്ളവർക്ക് അല്ലെങ്കിൽ മണ്ണില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന 2 കൃഷിരീതികൾ ഏതൊക്കെയാണ് എന്നൊരു ചോദ്യം വരും. അപ്പോൾ ഏതൊക്കെയാണ്? ഹൈഡ്രോപോണിക്സും വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങും. വെരി ഗുഡ്. അപ്പോൾ ആ 2 വേർഡും കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. വെർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങും പിന്നെ ഏതാണ്? ഹൈഡ്രോപോണിക്സും. ആ 2 വേർഡ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓർത്തിരിക്കുക. ഓക്കെ. ഇനി അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്നത് നിങ്ങളൊന്ന് വായിച്ചേ. അടുത്തത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്താണ്? പരിസ്ഥിതി സൗഹൃദ കൃഷിക്ക് ഒരു 100 മേനി വിളവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. ബമ്പർ ഈൽഡ് ഫ്രം എഫിഷ്യൻസി എക്കോ ഫ്രണ്ട്ലി ഫാമിങ്. പരിസ്ഥിതി സൗഹൃദം എക്കോ ഫ്രണ്ട്ലി ഫാമിലിക്ക് 100 മേനി ബമ്പർ ഈൽഡ് എന്നാണ് 100 മേനി വിളവ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കുട്ടനാട്ടിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കർഷകരിൽ ഒരാളായിരുന്നു ആര്? PJ തോമസ് എന്ന് പറയുന്ന വ്യക്തി. നെൽകൃഷിയിലാണ് അദ്ദേഹം തൻ്റെ കാർഷിക പരീക്ഷണം നടത്തിയത്. അതെങ്ങനെയാണെന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണെന്നാണ്? കൗഡങ്ങും കൗസ്
യൂറിൻ, സോയിൽ ഫ്രം ദി പാഡി ഫീൽഡ്. എന്താണ്? ചാണകവും ഗോമൂത്രം, പാടത്തെ മണ്ണ് തുടങ്ങിയവയൊക്കെ ഒരു പർട്ടിക്കുലർ പ്രൊപ്പഗേഷനിൽ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിക്കലർത്തി ഏതാനും ദിവസം അദ്ദേഹം അടച്ചു മൂടിയൊക്കെ വെച്ചു. ഈ മിശ്രിതം നെൽച്ചെടികൾക്ക് മീതെ അദ്ദേഹം വീശി ഒഴിച്ചു. ജൈവ മിശ്രിതമായതുകൊണ്ട് ചെടിയിൽ വീണാലും കുഴപ്പമൊന്നുമില്ലല്ലോ. 15 ദിവസം അദ്ദേഹം ഈ രീതിയിൽ ഇത് ആവർത്തിച്ചു 3 തവണ ചെയ്തു. ആരോഗ്യത്തോടെ വളർന്ന നെൽച്ചെടിയിൽ മറ്റു കർഷകരെക്കാളും കൂടുതൽ വിളവ് കിട്ടി എന്നാണ് അതിൻ്റെ അകത്തേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതായത് ജൈവ വളം കൊണ്ട് കൃത്യമായ അനുപാതത്തിൽ തന്നെ അദ്ദേഹത്തിന് 100 മേനി വിളവ് കിട്ടിയെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത പേജ് നോക്കിക്കേ. അടുത്ത പേജിൽ എന്താ കൊടുത്തിരിക്കുന്നതെന്ന് നോക്കിക്കേ. ഗവൺമെൻറ് ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോത്സാഹനം, സർക്കാരിൻ്റെ പ്രോത്സാഹനം, ഗവൺമെൻറ്റിൻ്റെ പ്രോത്സാഹനം ഏതൊക്കെ വിധത്തിലാണെന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ പാരഗ്രാഫിൽ 1-2 പോയിൻറ്റ്സ് പ്രധാനപ്പെട്ടതുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് നിങ്ങൾ ആ പാരഗ്രാഫ് വായിച്ചിരിക്കണം. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, ദ ഗവൺമെൻറ് ഹാസ് ഡിസൈൻഡ് വേരിയസ് പ്രോഗ്രാംസ് ആൻഡ് സ്കീംസ് ടു റീക്ലെയിം കേരളാസ് അഗ്രികൾച്ചർ ഹെറിറ്റേജ്. എന്ന് പറഞ്ഞാൽ എന്താണ്? കേരളത്തിൻ്റെ കാർഷിക സാംസ്കാരിക പാരമ്പര്യം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ജനങ്ങളെ കൃഷി ചെയ്യുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീമുകൾ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 എണ്ണം അതിൻ്റെ അകത്ത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നെന്താണ്? ഫസ്റ്റ് അവിടെ കൊടുത്താക്കണം, ഞാൻ അണ്ടർലൈൻ ചെയ്താക്കണം, നിങ്ങൾ നോക്കുക. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. അതിൻ്റെ ഷോർട്ട് ഫോമാണ് VFPCK. ഒരു പ്രാവശ്യത്തെ ഓണപ്പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു, VFPCKയുടെ ഫുൾ ഫോം എന്താണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള. അതൊരു കേരളത്തിൻ്റെ കർഷകരെ അവർക്ക് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കീമാണ്. സർക്കാർ തലത്തിലെ ഒരു സംഘടനയാണ് എന്ന് പറയുന്നത് VFPCK എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ വേറെ ഒരെണ്ണമാണ്, എന്താണ്? ദ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. എന്താണ് ഒന്ന് പറഞ്ഞ് നിങ്ങൾ? യെസ്, വെരി ഗുഡ്. എന്താണ്? സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ. ഇതിൻ്റെ ഇതിന് കുറച്ച് എയിംസ് ഉണ്ട്. ആ എയിംസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അത് ഫങ്ഷൻ പ്രവർത്തിക്കുന്നത് ചില ലക്ഷ്യത്തോടെയാണ്. എന്തൊക്കെയാണ്? പ്രൊമോട്ടിംഗ് ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, സ്പൈസ് ക്രോപ്സ്, മഷ്റൂം ആൻഡ് മെഡിസിനൽ പ്ലാന്റ്സ്. അതോടൊപ്പം തന്നെ പ്രൊമോഷൻ ഓഫ് ബീ കീപ്പിംഗ്. എന്തിനൊക്കെ വേണ്ടിയാണ് അവർ അത് ചെയ്തിരിക്കുന്നത്? എന്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? എന്തൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്? പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്, പലതരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും സുഗന്ധവിളകളും മഷ്റൂംസ് എന്ന് പറയുന്ന കൂണുകളും മെഡിസിനൽ പ്ലാന്റ്സും അതോടൊപ്പം തന്നെ എന്താണ്? ബീ കീപ്പിംഗ്, തേനീച്ച വളർത്തലും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ആ 2 വേർഡ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കണം. എന്താണ്? വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ എയിം എന്താണെന്നുള്ളതും നിങ്ങൾ ആ ഒരു പാരഗ്രാഫിൽ പഠിക്കണം. അതിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, ദ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ്, കുടുംബശ്രീ മിഷൻ ആൻഡ് സെവറൽ അതർ ഏജൻസീസ് ഹെൽപ്പ് ദ ഗവൺമെൻറ് ഇൻ പ്രൊമോട്ടിംഗ് അഗ്രികൾച്ചർ. അതായത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ധാരാളം സംഘടനകൾ, കുടുംബശ്രീ മിഷനും അതുപോലെ കൃഷി ഭവൻ മുതലെയുള്ള ഗവൺമെൻറ് സംഘടനകൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നുമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ റോസ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് നോക്കുക. മോഡേൺ അഗ്രികൾച്ചറൽ ടെക്നിക്സ്. മോഡേൺ എന്ന് പറഞ്ഞാൽ ചില നൂതന കൃഷിരീതികളൊക്കെയാണ് അവിടെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങളോട്. 3 എണ്ണമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്രീൻ ഹൗസ് ഫാമിംഗ്. നമ്മൾ ഹരിതഗ്രഹ കൃഷി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നമുക്കിടെ ഇപ്പം നാട്ടുപ്രദേശത്തൊക്കെ ആണെങ്കിൽ ഇപ്പം എല്ലായിടത്തും കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടെ ഒട്ടുമിക്ക വീടുകളിൽ, അതായത് കൃഷിയുമായി ചെയ്യുന്നിടത്തൊക്കെ നമുക്ക് എന്തുണ്ട്? ഹരിതഗ്രഹ കൃഷി. പ്രത്യേകിച്ച് ഹൈ റേഞ്ചുകാരെയൊക്കെ സംബന്ധിച്ച് അവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ടും മഴയൊക്കെ കൂടുതൽ പെയ്യുന്നതുകൊണ്ടും അവിടെ കൃഷി നശിക്കാതിരിക്കാനായിട്ട് നമ്മുടെ കാർഷിക വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. എന്താണെന്ന് നിങ്ങളൊന്ന് നോക്കിക്കേ. ഇൻ സെവർലി കോൾഡ് റീജിയൻ crops are grown in glass roofed rooms in order to protect them. എന്ന് വെച്ചാൽ എന്താണ്? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ
അത് നമ്മൾ കൃഷി ചെയ്യുന്നതൊക്കെ നശിച്ചു പോകും, തണുപ്പിൻ്റെ ഇതുകൊണ്ട് ചീഞ്ഞൊക്കെ പോകുന്നത്. അങ്ങനെ നശിച്ചു പോകാതിരിക്കാൻ ഒരു സ്ഫടിക മേൽക്കൂരയ്ക്കുള്ളിൽ ഉള്ള ഒരു മുറിയിൽ കൃഷി ചെയ്യുന്ന രീതിക്കാണ് എന്തെന്ന് നമ്മൾ പറയുന്നത്, ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അതൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതാനായിട്ട് ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. എന്താണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന്? എന്താണ്? ഇൻ സെവർലി കോൾഡ് റീജിയൻ ക്രോപ്സ് ആർ ഗ്രോൺ ഇൻ ഗ്ലാസ് റൂഫ് റൂംസ് ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ദം. ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ഗ്രീൻ ഹൗസ് ഫാമിംഗ്. എന്താണ്? കൊടും തണുപ്പുള്ള ഇടങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ കൃഷി ചെയ്ത് വളർത്തുന്ന രീതിക്കാണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത്. അടുത്തത് എന്താണ്? പ്രിസിഷൻ ഫാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്? കൃത്യതാ കൃഷി. എന്താണ് പ്രിസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ? കൃത്യതാ കൃഷി. അത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കിയിരിക്കണം അതെന്ത് എന്താണെന്നുള്ളത്. ദിസ് ഈസ് ദ മെത്തേഡ് ഓഫ് ഗിവിങ് ആഡിക്വേറ്റ് കെയർ എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള വാട്ടർ, ജലവും വളവും ഒക്കെ അതാണ് ഇത് കൊടുക്കുന്നത്. ഫോർ ഈച്ച് ക്രോപ്സ് ആൻഡ് സോയിൽ ടൈപ്പ് പ്രീഷ്യസ്ലി അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും കൃത്യമായിട്ട് ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന ഒരു കൃഷിരീതിയാണ് ഇതെന്ന് പറയുന്നത് പ്രിസിഷൻ ഫാമിംഗ്, കൃത്യതാ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഏതാണ് പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാഴ്ചകളെന്ന് പറഞ്ഞാൽ നമുക്ക് ജലമൊക്കെ ഊർന്നു പോകുന്ന, അതായത് വെള്ളത്തിലേക്ക് ഊർന്നിറങ്ങുന്ന വരെ നീർവാഴ്ചയുള്ള സ്ഥലവും ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിക്കുന്ന ഏത് സ്ഥലവും ഈ പ്രിസിഷൻ ഫാമിങ്ങിനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം എന്നാണ് പറയുന്നത്. കൃത്യതാ കൃഷിക്കായിട്ട് തിരഞ്ഞെടുക്കാം. അടുത്ത എന്താണ്? ഫെർട്ടിഗേഷൻ. എന്താണ് ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്? ഫെർട്ടിഗേഷൻ ഇസ് ദ മെത്തേഡ് ഓഫ് ഗിവിങ് വാട്ടർ ആൻഡ് മനുവർ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണികാരൂപത്തിൽ വെള്ളവും വളവും ഒക്കെ കണിക രൂപത്തിൽ വെള്ളമായിട്ട് തന്നെ അതിൻ്റെ അകത്ത് ഒഴുകുന്ന ഒരു രീതിയാണ് എന്നു പറയുന്നത് ഫെർട്ടിഗേഷൻ എന്ന് പറഞ്ഞത്. ആസ് ദ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ്ഡ് ആർ കംപ്ലീറ്റ്ലി സോലുബിൾ ഇൻ വാട്ടർ, അതായത് വെള്ളത്തിൽ രാസവളങ്ങളൊക്കെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ച് ഇവയ്ക്ക് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തിനു ഉപയോഗിക്കുന്നത്? വേഗത്തിൽ വലിച്ചെടുക്കാനായിട്ട് സാധിക്കും. നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ രാസവളങ്ങൾ ചോട്ടിലിട്ടിട്ടുണ്ടെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ കാരണവന്മാർ പറയും ഇട്ടത് വെറുതെ ആയിപ്പോയി എന്ന് പറയും. അപ്പോൾ എന്താണ്? മഴയൊന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ പോലും നമ്മൾ രാസവളങ്ങളൊക്കെ വെള്ളത്തിൽ ലയിപ്പിച്ച ആവശ്യത്തിന് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് ഫെർട്ടിഗേഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ 3 പോയിന്റുകളും ചിലപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് എഴുതാനായിട്ട് വരും. അത് പ്രത്യേക അതിൽ പ്രധാനപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന് പറയുന്നത് ആ 3 പോയിന്റിലുള്ളൊരു പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ VFPCയുടെ ഫുൾ ഫോം നിങ്ങൾ പഠിക്കണം. അതുപോലെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ്റെ എയിംസ് എന്തൊക്കെയാണെന്നുള്ളതും നിങ്ങൾ ആ പാരഗ്രാഫിൽ നിന്ന് പഠിക്കേണ്ടതാണ്. അടുത്ത പേജ് എടുത്ത് ടേക്ക് ദ നെക്സ്റ്റ് പേജ്. അടുത്തത് എന്താണ്? ചിങ്ങം 1 ദ ഫാർമേഴ്സ് ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? കർഷക ദിനമാണ് ചിങ്ങം 1. ഒരു വൺ വേർഡ് ആയിട്ടാണ്. ഹൗ ഡു യു പ്ലാൻ ടു സെലിബ്രേറ്റ് ഫാർമേഴ്സ് ഡേ ഇൻ യുവർ സ്കൂൾ ദിസ് ഇയർ? ഡിസ്കസ്. നമുക്ക് എന്തായാലും ഈ വർഷം കോവിഡ് കാരണം നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മുടെ കർഷക ദിനത്തിൽ സാധാരണയായിട്ട് നമ്മൾ മുതിർന്ന കർഷകരെ ആദരിക്കുകയും ആ സമയത്ത് എൻ്റെയൊക്കെ സ്കൂളിലാണെങ്കിൽ അന്ന് നെൽകൃഷിയുടെ ചെയ്യുന്നതിൻ്റെ പിള്ളേർക്കായിട്ടുള്ള പാട്ടും കാര്യങ്ങളും അതിന് പുതിയ കൃഷി രീതികൾ പരിചയപ്പെടുത്തൽ അല്ലെങ്കിൽ കർഷകരെ വിളിച്ച് സ്കൂളിൽ ആദരിക്കൽ ഇങ്ങനെയുള്ള ചോദിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വർഷത്തെ ഇതായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല. ഇനി അടുത്തത് നോക്കുക. ഗ്രീൻ കേരള എന്താണ്? ഹരിത കേരളം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതാണ്. അത് നിങ്ങളൊന്ന് വായിക്കുക. അതായത് ദ ഫിസിയോഗ്രഫി സോയിൽ ആൻഡ് ക്ലൈമറ്റ് കേരള ആർ ഫേവറബിൾ ഫോർ അഗ്രികൾച്ചർ. കേരളത്തിലെ ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥയെല്ലാം എന്തിനനുകൂലമാണ്? കൃഷിക്ക് അനുകൂലമാണ്. എന്നാലോ വി കേരളൈറ്റ് ഹൗ ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ ഇൻ ടു വൺ ദാറ്റ് യൂട്ടിലൈസ് ദീസ്. എന്താണ്? ഇതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു ജീവിത ശൈലിയിലേക്ക് കേരളീയർ മാറേണ്ടതുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കാർഷിക സംസ്കാരമൊക്കെ നഷ്ടപ്പെട്ടു പോയി. വീണ്ടും നമ്മൾ കാർഷിക സംസ്കാരത്തിലേക്ക് തിരികെ വരണമെന്നാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതായത് ഓരോ കുടുംബവും അവർക്കാവശ്യമായ പച്ചക്കറികൾ വീട്ടുപറമ്പിൽ തന്നെ കൃഷി ചെയ്യണമെന്നോ സ്കൂൾ ഉച്ചഭക്ഷണ പരിപാടിക്ക് ആവശ്യമായ പച്ചക്കറികൾ സ്കൂൾ കോമ്പൗണ്ടിൽ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ. അപ്പോൾ
അപ്പോൾ നാട്ടിലെങ്ങും വിഷമില്ലാത്ത പച്ചക്കറികളും ഭക്ഷ്യധാന്യങ്ങളും വിളയുന്ന ഒരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റാനായിട്ട് നിങ്ങളുടെ തലമുറയ്ക്ക് സാധിക്കണം. പാടത്തും പറമ്പിലുമൊക്കെ അധ്വാനിച്ചുകൊണ്ട് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ നമ്മളിൽ നിന്ന് നമുക്ക് അകറ്റാം. ഇങ്ങനെയായിട്ടുള്ളൊരു നല്ല നാളെയാണ് നമുക്ക് വേണ്ടത്. നാം എല്ലാവരും ഒരുപോലെ ഉത്സാഹിച്ചാൽ ഇതൊക്കെ നമുക്ക് നിഷ്പ്രയാസം സാധിക്കാവുന്നതേ ഉള്ളൂ. ഭൂപ്രകൃതിയും മണ്ണും കാലാവസ്ഥ, മഴ, നദികൾ ഇവയൊക്കെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ നമ്മുടെ കാർഷിക സംസ്കാരം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും കൈകോർക്കാം. അതോടൊപ്പം തന്നെ ഈശ്വരനോട് നമുക്ക് പ്രളയങ്ങൾ കാലാവസ്ഥയൊക്കെ നമുക്ക് അനുകൂലമാക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് എന്ന് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കിയാലോ. മൂന്നാമത്തെ പാഠം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അനുസരിച്ച് കേരളത്തെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത അനുസരിച്ച് ഡിവൈഡഡ് ഇൻറ്റു 3. വെരി ഗുഡ്. വിച്ച് ആർ ദേ? ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്. എന്തൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ തിരിച്ചിരിക്കുന്നത്? യെസ്, വെരി ഗുഡ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിനെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി അവിടുത്തെ ഡിഫറെന്റ് ക്രോപ്സ് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇതെന്ന് പറഞ്ഞാൽ ഈ സമ്മറിയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. അതാണ് നമ്മൾ ഈ പാഠത്തിൽ കൃത്യമായി പഠിക്കേണ്ടതിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ്? കാലാവസ്ഥ ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ ബയോ ഫെർട്ടിലൈസേഴ്സ്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മാലിന്യങ്ങളെ സംസ്കരിക്കുന്ന ഡിഫറെന്റ് രീതികൾ ഏതൊക്കെയാണ്? വെർമി വാഷ് പഠിച്ചു, മണ്ണിര കമ്പോസ്റ്റ് പഠിച്ചു. കമ്പോസ്റ്റ് ആക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ പാഠത്തിൽ ചർച്ച ചെയ്തു. പിന്നെ എന്താണ്? കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഗവൺമെന്റ് പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു അല്ലേ? പച്ചക്കറി വികസന കോർപ്പറേഷന്റെ പറഞ്ഞു, ഹോർട്ടികോർപ്പിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് പഠിക്കണം. ഇനി അടുത്ത വീഡിയോയിൽ ഇതെന്താണ് ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ് വരെ ഓക്കെ, ബൈ ബൈ.